എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും താരൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ: 1 കിലോ മൈദാമാവ്, സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ പാല്, പശുവിൻ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, 2 കോഴിമുട്ട, 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, അത് നിർബന്ധമില്ല, ഓരോരുത്തരുടെ ഇഷ്ടത്തിന്, ഉപ്പ് പാകത്തിന്. ഇനി നമുക്ക് മാവ് കുഴക്കൽ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന 1 കിലോ മൈദാമാവിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 കോഴിമുട്ടയും ചേർത്ത് പതുക്കെ കുഴയ്ക്കാവുന്നതാണ്. ആദ്യമേ നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുഴച്ച് തുടങ്ങാം. ഞാനിവിടെ 2-3 ടേബിൾ സ്പൂണോളം പാലേ എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇഷ്ടമുള്ളവർക്ക് മൊത്തം പാലിലും കുഴയ്ക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഞാൻ ബാക്കിക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചാൽ മതി. 1/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ടു. കട്ട കെട്ടാതെ സൂക്ഷിച്ച് കുഴയ്ക്കണം. ഇത് കുഴഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കും. അതിനിടയിൽ ഒരു കുഞ്ഞു കവിത. ഓക്കെ. രേണുകേ നീരാഗരേണുകിനാവിൻ്റെ നീലക്കടമ്പിൻ പരാഗരേണു പിരിയുമ്പോളേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ 2 ഇലകൾ നമ്മൾ. രേണുകേ നാം 2 മേഘശകലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭംഗികൾ. മഴവില്ലോ താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘശ്യാമ ഘനഭംഗികൾ. പിരിയുന്നു രേണുകേ നാം 2 പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം. ഇനി അങ്ങോട്ട് കവിത പാടിയ ഈ മാവിൻ്റെ പരുവം മാറും. ഓക്കെ. അങ്ങനെ നമ്മുടെ സുന്ദരി മാവ് ഇവിടെ ഇങ്ങനെ ഒരുങ്ങി വരികയാണ്. ഇടയ്ക്ക് ഇച്ചിരി കത്തിയാവേ, ഇത്തിരി സമയം എടുക്കും. വീഡിയോ കണ്ടിട്ട് എന്നോട് പലരും ചോദിച്ചു ഷെഫാണോ എന്ന് ചോദിച്ചു. അങ്ങനൊന്നുമില്ല. എനിക്ക് ഫുഡ് എന്ന് പറഞ്ഞാൽ ജീവനാണ്, ജീവൻ. അതുകൊണ്ട് അങ്ങ് പഠിച്ചു പോയി പണ്ടേ. ഭയങ്കര താല്പര്യമാണ് കുക്കിങ്. പിന്നെ ആളുകൾ ചോദിക്കുകയുണ്ടായി. ഞാൻ പല ടിപ്സും പറയുന്ന കേട്ടിട്ടും, അതുപോലെ മുടി വളരാനുള്ളതും താരൻ മാറാനുള്ള അങ്ങനെയൊക്കെ പറയുന്ന കേട്ടോ. ചോദിച്ചു ബ്യൂട്ടീഷ്യൻ ആണോ എന്ന് ചോദിച്ചു. ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും പോയി പഠിച്ചു. എല്ലാത്തിനോടും ഭയങ്കര താല്പര്യമാണ്. ഡാൻസ്, അതിൻ്റെ ഇടയ്ക്ക് ഡാൻസ് ഇങ്ങനെയുള്ള ഓടി നടത്തിയ മെസ്സേജുകൾ അയക്കുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാത്തപ്പോൾ ആളുകൾ പറയുന്ന ഭയങ്കര ഗമക്കാരിയോ അഹങ്കാരിയോ എന്നൊക്കെ പറയും. പക്ഷെ ഇതൊന്നുമല്ല സംഭവം. ഒരു സമയം കുത്തിയിരിക്കുന്ന പ്രശ്നമില്ല. പണ്ടേ എങ്ങനെയാ, എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കും. അഹങ്കാരം പറയല്ല, അതെന്തോ അങ്ങനെ അങ്ങ് ആയിപ്പോയി. അല്ലാതെ നിങ്ങളുടെ മെസ്സേജ് കണ്ടിട്ട് മനഃപൂർവ്വം കാണാത്ത ഭാവം നടിക്കുന്നതോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ. തെറ്റിദ്ധരിക്കല്ലേ, ഞാനൊരു പാവമല്ലേ. അങ്ങനെ നമ്മുടെ സുന്ദരി മാവിന് ഞാനങ്ങനെ ഒതുക്കിയെടുത്തു. എന്നിട്ട് ഞാനൊരു നനഞ്ഞ തോർത്ത് കൊണ്ട് 1/2 മണിക്കൂർ മൂടി വെച്ചായിരുന്നു. ഇത് ഏകദേശം കറക്റ്റ് പരുവാണ്. നന്നായിട്ട് എനിക്ക് എന്തായാലും കറക്റ്റ് പരുവത്തി കിട്ടി. കവിതയൊക്കെ ചൊല്ലിയെങ്കിലും പാടിപ്പോയില്ല. ഇനി ഇവളാ നമ്മുടെ സർവശക്തിയും ഉപയോഗിച്ച് കുഴച്ചെടുക്കാൻ പോവാണ്. ഇതൊരു ടാസ്ക് തന്നെയാണ്. വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എൻ്റെ കൈയൊക്കെ കുഴപ്പമില്ല. എന്നാലും നമ്മുടെ സുന്ദരിമാവിന് ഒരു കാരണവശാലും ഉണങ്ങാൻ നമ്മൾ അനുവദിക്കുന്നതല്ല.
അതുകൊണ്ട് എപ്പോഴും ഞാൻ നനഞ്ഞ തോർത്തൊക്കെ ഇട്ട് മൂടി വെക്കും. അല്ലെങ്കിൽ ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല കഴിക്കുമ്പോഴത്തേക്ക്. ഇനി എൻ്റെ സർവശക്തി ഉപയോഗിച്ച് സുന്ദരി മാവിനെ നമ്മൾ മെരുക്കിയെടുക്കുന്നതായിരിക്കും. കാണിക്കുന്ന കോപ്രായം കണ്ട് കളിയാക്കരുത്. പക്ഷേ അത്രയ്ക്ക് ബലം ഇതിനകത്ത് പ്രയോഗിച്ചില്ലെങ്കിൽ കൈ വിട്ടു പോവും. ഓക്കെ, ഇടയ്ക്ക് അല്പം മൈദാപ്പൊടി തൂവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ കഷ്ണങ്ങളാക്കി മാറ്റാം. ഇപ്പം ഏകദേശം ഒരു 7ഓളം കഷ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനെ ഇനി നമുക്ക് ഒന്ന് ബോള് പോലെ ആക്കിയെടുക്കാം. ആ ബോള് പോലെ ആക്കിയെടുക്കുന്ന ഒരു പ്രത്യേക ടെക്നിക്കാണ്. അതെങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് നമ്മൾ സാധാരണ ഉരുട്ടും പോലെ അല്ല. എന്ന് വെച്ചാൽ കയ്യിലേക്ക് വെച്ചിട്ട് കണ്ടോ, കയ്യിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഉള്ളിലേക്കാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. അടിയിൽ കണ്ടോ, ഉള്ളിലേക്കാണ് വെച്ചു കൊടുക്കുന്നത്. ആ ജോയിൻസ് ഒന്നും പുറത്തേക്ക് കാണാൻ പാടില്ല. ഇപ്പം നല്ല കോഴിമുട്ട പോലെ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ നമ്മൾ ഉരുട്ടിയെടുത്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പരത്തി എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതുപോലെ റൗണ്ടിന് പരത്തിയിട്ട് നടുക്കുന്ന ഒരു കത്തി ഉപയോഗിച്ച് വെട്ടി, എന്നിട്ട് ഇങ്ങനെ പതിയെ കറക്കി 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 എടുക്കുക. സൂക്ഷിച്ച് കറക്കി എടുക്കുമ്പോൾ ഏകദേശം ഒരു പൂവിൻ്റെ മോഡലിൽ നമുക്ക് ലെയർ കിട്ടും. അതിനെ മെല്ലെ ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇതിന് അടിഭാഗം കണ്ടോ, അത് വിട്ടു പോവാതെ പ്രസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് നമ്മുടെ ആ ഒരു ആകൃതി നഷ്ടപ്പെട്ടു പോകും. പ്രസ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് പരത്തുക. കണ്ടോ, ലെയർ കിടക്കുന്ന കണ്ടോ. അപ്പോൾ അങ്ങനെ പ്രസ് ചെയ്ത് പരത്തി നമ്മൾ എടുക്കുന്നതാണ്. ലെയറൊക്കെ കിടക്കുന്ന കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, നല്ല ലെയറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ രീതിയിലും കൂടെ പരത്താം. എങ്ങനെയാന്ന് വെച്ചാൽ നല്ല ലെയറായിട്ട് പരത്തി ഒരു 7 എണ്ണത്തോളം ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ട് അതിന് നൈസായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമുക്ക് ചുരുട്ടി വെച്ചിട്ട് പരത്തി അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കാം. അത് ഞാൻ കാണിച്ചു തരാവേ. വെരി സിമ്പിൾ. ആഹാ, പുറത്ത് നല്ല മഴ, കിടുങ്ങുക. ഇതേ കണ്ടോ, നല്ല പരന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ കുറച്ചു അങ്ങോട്ട് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് നമുക്കിതെല്ലാം പരത്തി ഒന്നിൻ്റെ മേലൊന്നായിട്ട് അടുക്കി 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 വെക്കാം. എന്നിട്ട് ഇതിനെ ചെറിയ ലെയറായിട്ട് നമുക്ക് പതുക്കെ കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ഇതിനെ ചുറ്റിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല വലിച്ച് ചുറ്റിക്കണേ. വലിച്ച് ചുറ്റിച്ചാലേ നല്ല നേർമയോടെ നമുക്ക് കിട്ടും. പതുക്കെ ചുറ്റി അടിയിലേക്ക് കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇളകിപ്പോകും. നമ്മൾ വിചാരിക്കുന്ന ഒരു ആകൃതി കിട്ടത്തില്ല. നമ്മൾ പൊറോട്ട ചുടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, മറിച്ചും തിരിച്ചും 3-4 പ്രാവശ്യം ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് മൃദുവായ പൊറോട്ട കിട്ടത്തില്ല. അതുപോലെ എണ്ണ തടവി കൊടുക്കുകയും വേണം. 2 സൈഡിലും എണ്ണ തടവി കൊടുക്കണം. അപ്പം നമ്മൾ ചുട്ടു വെച്ചിരിക്കുന്ന പൊറോട്ട സൈഡിൽ നിന്നിങ്ങനെ 4 വശത്തൊന്നും അടിച്ചു കൊടുക്കുമ്പോൾ ലെയറായിട്ട് അത് ഇളകി വരും. അങ്ങനെ സ്മൂത്ത് പൊറോട്ട കിട്ടും.